ക്രിസ്തുവിനെ സാക്ഷിക്കുക, സുവിശേഷം അറിയിക്കുക എന്നത് ഈ ലോകത്ത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. അത് ഭോഷന്മാർക്ക് മാത്രം പറഞ്ഞതാണ്. അങ്ങനെ അവർ സുവിശേഷം പറയുമ്പോൾ അവരെ തല്ലിയേക്കാം, പരിഹസിച്ചേക്കാം, ചിലപ്പോൾ കൊന്നേക്കാം. അതെല്ലാം ഈ വഴിയിൽ ഉള്ളതാണ്. 2000-ലധികം വർഷങ്ങളായി ലോകത്ത് ഇത് നടന്നു വരുന്നു. റോമാക്കാർ മുതൽ ഈ മാർഗത്തെ അങ്ങ് തകർത്ത് കളയാം എന്ന് കരുതി. ഇന്നും അടിയും വാളും ബോംബും ഒന്നുമില്ലാതെ ശാന്തതയോടെ സമാധാനത്തിൻ്റെ സന്ദേശവാഹകരായ സുവിശേഷകർ ലോകമെമ്പാടുമുണ്ട്. ഇത്തരത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന വ്യത്യസ്തങ്ങളായ ചില സാക്ഷ്യങ്ങൾ ഇവിടെ പങ്കിടട്ടെ. ഒരപ്പനും 2 പെൺമക്കളും തമിഴ്നാട്ടിലെ മദ്യവിൽപ്പന കേന്ദ്രത്തിന് മുന്നിൽ നിന്ന് സുവിശേഷം പറയുന്നു. ഈ പാവങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചാണോ ഈ പറയുന്നത്? അല്ല, അവർക്കൊന്നേയുള്ളൂ, ക്രിസ്തുവിൻ്റെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുക എന്നത് മാത്രം. അതിന് അവർക്ക് ഒന്നും തടസ്സമല്ല. ഈ വീഡിയോയിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയുന്നില്ല. ഇത്ര ആത്മാർത്ഥതയോടെ മദ്യപാനികളോട് സുവിശേഷം പറയുവാൻ ക്രിസ്തുവിനെ പിൻപറ്റുന്നവർക്കല്ലാതെ ആർക്ക് കഴിയും? நடக்கிற சண்டைக்கு காரணம் இந்த குடிப்பழக்கம். அநேக குடும்பத்துல கணவன் மனைவி பிரிஞ்சிருக்கிறதுக்கு காரணம் இந்த குடிப்பழக்கம். அநேக குடும்பங்கள் வறுமையில வாடுறதுக்கு காரணம் இந்த குடிப்பழக்கம். அநேக குடும்பங்கள்ல இளம் வயதிலேயே பெண்கள் விதவைகளாக காரணம் இந்த குடிப்பழக்கம். அநேக சாலை விபத்துகள் நடக்கிறதுக்கு காரணம் இந்த குடிப்பழக்கம். தயவு செஞ்சு யாரும் குடிக்காதீங்கன்னா, இந்த குடிப்பழக்கத்திலிருந்து வெளிவரணும்னா இயேசுவை நோக்கி பாருங்க. இந்த பாவத்திலிருந்து விடுதலையாக இயேசு உங்களுக்கு உதவி செய்வார். இயேசு இன்னைக்கு உயிரோடு இருக்கிறார்னா தயவு செஞ்சு யாரும் குடிக்காதீங்க. ഒരു ചെറുപ്പക്കാരൻ വളരെ ഹൃദ്യമായി പറയുന്നത് ഒന്ന് കേൾക്കൂ. സമാധാനം എന്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയ ഒരു സ്നേഹിതനാണ് കർത്താവായ യേശു ക്രിസ്തു. എന്റെ ശബ്ദത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയിലിരിക്കുന്ന ചേട്ടന്മാരെ, സ്ഥാപനങ്ങൾ നടത്തുന്ന ചേച്ചിമാരെ, നിങ്ങൾ ആരുമായിക്കോട്ടെ, ഇത് ഒരു റിലീജിയനല്ല. ഒരു റിലീജിയനെ കുറിച്ച് പറയുവാൻ ഞങ്ങൾക്ക് സമയമില്ല. ഒരു റിലേഷൻഷിപ്പാണ്. അതെ, ആ വ്യക്തി ഇപ്രകാരം പറഞ്ഞു: ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് നൽകിയിട്ട് പോകുന്നു. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന എന്റെ സമാധാനം ഈ ലോകം നൽകുന്നത് പോലെയല്ല. അതെ, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് അരുളി ചെയ്ത ഒരേ ഒരു ദൈവം, ഒരേ ഒരു രക്ഷകൻ, അതെ, ഒരേ ഒരു പാപവിമോചകൻ, നിന്നെ തകർന്ന ചേറ്റുംകുഴിയിൽ നിന്ന് കരകയറ്റുന്ന ഒരേ ഒരു ദൈവം. ആ ദൈവം പറഞ്ഞു: ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി മാറും. എന്റെ ശബ്ദവീതിക്കുള്ളിൽ എന്റെ ശബ്ദത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു യൗവനക്കാരൻ ഡ്രഗ്സിനോ MDMA പോലെയുള്ള കൊടും വിഷങ്ങൾക്കോ മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമത്തത്തിലായിരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് വിളിച്ചു പറയുവാനുള്ള ഒരേ ഒരു കാര്യം, അതെ, അത് യേശു ക്രിസ്തു എന്ന സ്നേഹം. ഒരു സുവിശേഷകൻ ഒപ്പം ഒരു കുഞ്ഞിനെയും തോളിലേറ്റി ഒരു പിതാവ് തൊട്ടപ്പുറത്ത്. ആ കുഞ്ഞിന് സ്ഥിരമായി വന്നിരുന്ന ചന്നിയിൽ നിന്ന് ദൈവം നൽകിയ രോഗസൗഖ്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ஒரு முறைக்கு 4 முறை பிக்ஸ் வரும். டாக்டரால கண்டுபிடிக்க முடியல, MRI ஸ்கேனர்னு சொன்னாங்க. ஆனா எனக்கு ஒரு நம்பிக்கை இருந்தது. நாங்க ஜெபம் பண்ண இயேசு அற்புதம் செய்தார். ஒரு மனுஷனால கூடாது, தேவனால கூடன்னு வேதம் சொல்லுதுங்க. ஆண்டவர் அற்புதம் செய்கிறவர். ஏன் இந்த குழந்தையோட வந்து சொல்றோம் தெரியுமா? எல்லாருக்குள்ள ஒரு எண்ணம் வந்துடக்கூடாது. எங்கேயோ பணம் வாங்கிட்டு வந்து இயேசுவை சொல்றாங்க. அப்படி யாரும் எங்களுக்கு பணம் கொடுக்கல. இயேசு அற்புதம் செய்கிறவர், அதைத்தான் சொல்லுகிறோம். இயேசு விடுதலை கொடுக்கிறவர், அதைத்தான் சொல்லுகிறோம். இயேசு ஒரு மனிதனுடைய கண்ணீரை துடைக்கிறவர், அதைத்தான் சொல்லுகிறோம். யாருக்கிட்டையும் பணம் வாங்கி கொண்டு வரல. வேதம் சொல்லுகிறது அவர் நன்மை செய்கிறவரை சுற்றி திரிந்தார். இயேசு ஒவ்வொரு தெருக்கும் பக்கமும் போனதற்கு காரணமே நன்மை செய்ய. யாரை இயேசு கட்டாயப்படுத்தலங்க, யாரை இயேசு வற்புறுத்தல. അമേരിക്കയിലെ തിരക്കേറിയതും അപഥസഞ്ചാരികളുടെ കേന്ദ്രവുമായ ഒരു തെരുവിൽ ഒരാൾ സുവിശേഷം അറിയിക്കുകയാണ്. The Bible says the light makes the darkness manifest.
So when you preach, the darkness manifests. It comes out to people's hearts. You know, people don't want to hear that they need to get right with God. People want to be left alone to live in sin. But God doesn't want you to be left alone to live in sin, because if you don't. ഇത് ഒരു മാളാണ്. താൻ അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പറയാൻ ക്രിസ്തുവിനെ ഉയർത്തുന്ന ഒരു ചെറുപ്പക്കാരൻ. If you love Jesus, let me hear you say, oh. If you want to have a real new year, what you have to do is submit your life to the Lord. God set me free. He got me living a pure life by the grace of God. Jesus. ലണ്ടനിലെ തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. രണ്ടുപേർ സുവിശേഷവുമായി തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിൽ പ്രസംഗിക്കുന്നു. ஒரு நல்ல நாள் ஒன்று வரப்போகிறது. அதுதான் நியாய தீர்ப்பு நாள். மனிதனை நியாய தீர்க்கக்கூடிய நியாயாதிபதியாக வருகிற நாள். ഇതും ലണ്ടനിലെ റെയിൽവേ സ്റ്റേഷനിലാണ്. ഒരു പെൺകുട്ടി പാട്ടുപാടി അവൾ തന്റെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നു. മദ്യവിൽപ്പനശാലയായ ടാസ്മാക്കിന് മുൻപിൽ മദ്യപാനികളോട് സുവിശേഷിക്കുന്ന രണ്ട് സഹോദരങ്ങൾ. எனக்கு நிம்மதி இல்லாம தான் இருந்தேன். ஆமா, எங்க வீட்டுலயும் சண்டை தான், சச்சரவு தான். என்னாலையும் முடியல. அதே தான் நீங்கிடலாம், குடிச்சா நல்லா இருக்கலாம், குடிச்சா நிம்மதியா தூங்கலாம் நினைச்சேன். ஆனா குடிக்க எனக்கு வியாதி, குடிக்க எனக்கு அநேக வியாதிகள் வந்தது. ஃபைல்ஸ் கம்ப்ளைண்ட் வந்தது. குடிச்சதுக்கு அப்புறம் குடல்களுக்கு. ഒഡീഷയിൽ ബസ്സിൽ ട്രാക്ട് വിതരണം നടത്തിയും സുവിശേഷം പറഞ്ഞും ഒരു സുവിശേഷകൻ. ସଦାପ୍ରଭୁ ପରମେଶ୍ୱର ଆପଣଙ୍କୁ ମଧ୍ୟ ସୃଷ୍ଟି କଲେ. God created you and me in His own image. The Bible says ସଦାପ୍ରଭୁ ପରମେଶ୍ୱର ମଣିଷମାନଙ୍କୁ ନିଜ ରୂପରେ ସୃଷ୍ଟି କଲେ, କିନ୍ତୁ ମଣିଷ ପାପ କରିକି ଈଶ୍ୱରଙ୍କ ଠାରୁ ବିଚ୍ଛିନ୍ନ ହେଲେ. ସଦାପ୍ରଭୁ ପରମେଶ୍ୱର ଆପଣଙ୍କୁ ମଧ୍ୟ ପ୍ରେମ କରିକି ତାଙ୍କରି ଆଦିତ୍ୟ ପୁତ୍ର. ഇത് ഫ്ലൈറ്റാണ്. നിറയെ യാത്രക്കാരുമായി പോകുന്ന വിമാനത്തിൽ എഴുന്നേറ്റ് നിന്ന് തൻ്റെ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. Hello everybody, so sorry to disturb. I just want to tell every person in the plane that Jesus Christ loves you and that Jesus died on the cross and 3 days later He rose from the grave, and what He's looking for is a relationship with us. And I really felt led that somebody on the plane needs to hear this. You know, you might be struggling with anxiety or depression, but I do believe that the Lord is saying that He can set you free. And ഒരു ട്രെയിൻ യാത്രയിലാണ് മലയാളി ചെറുപ്പക്കാരൻ തൻ്റെ കയ്യിലിരുന്ന നോട്ട്ബുക്കിൽ നിന്നും പേപ്പറുകൾ കീറി അതിൽ സുവിശേഷം എഴുതി സഹയാത്രികർക്ക് നൽകുന്ന നയനമനോഹരമായ കാഴ്ചയാണ് ഈ വീഡിയോ. ാണ് ഇവിടെ ഇരുന്ന സമയത്താണ് പെട്ടെന്ന് യേശുവിനെ മറ്റുള്ളവരോട് അറിയിക്കണം എന്നൊരു ചിന്ത വന്നത്. അപ്പോൾ നമ്മളൊരു പേപ്പറിൽ ചെറിയൊരു ഗ്രീറ്റിംഗ് കാർഡുകളിൽ എഴുതുവാണ്. അത് എഴുതിയതിനു ശേഷമായിട്ട് മറ്റുള്ളവർക്ക് ഇവിടെയുള്ള ആളുകൾക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുവാണ്. എത്രമാത്രം വർക്കൗട്ട് ആണെന്നറിയില്ല, എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇങ്ങനെ ഒരു ഗ്രീറ്റിംഗ് കാർഡ് പരിപാടി ചെയ്യുന്നത്. ഏകദേശം 50-ലധികം ഗ്രീറ്റിംഗ് കാർഡ് നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മറ്റുള്ളവരോട് എത്തിക്കാൻ നോക്കുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ വലിയ മാറ്റം വരുത്തൽ എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ജസ്റ്റ് ഫോർ റീഡിംഗ്.
അങ്ങനെ ദൈവകൃപയാൽ നമ്മളതെല്ലാം കൊടുത്തു തീർത്തു. ഭയങ്കര ഹാപ്പിയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അത് എത്ര പേര് വായിക്കുമെന്നൊരു കാര്യം അറിയത്തില്ല. എങ്കിലും നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മളിവിടെ ചെയ്ത് മുന്നോട്ട് പോകുവാണ്. എനിവേ ഒത്തിരി സന്തോഷമാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം. നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പീൻ. മർക്കോസ് 16:15. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന യവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. റോമർ 1:16. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. വചനം ഇങ്ങനെ വ്യക്തമായി പറയുമ്പോൾ ഏത് ക്രൈസ്തവനും മിണ്ടാതിരിക്കാൻ കഴിയും? അവർ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും ജീവനുള്ളിടത്തോളം കാലം. വീണ്ടും പുതിയൊരു വിഷയവുമായി കാണും വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.